ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ECG കുറിച്ചാണ്. പല ആൾക്കാർക്കും ഇപ്പോഴും ECG കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഒരു രോഗി എന്തെങ്കിലും അസ്വസ്ഥതകളായിട്ട് വരുമ്പോൾ ECG എടുക്കാമെന്ന് പറയുമ്പോൾ പലപ്പോഴും കിട്ടുന്ന മറുപടിയാണ് കഴിഞ്ഞ ആഴ്ച എടുത്തിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം എടുത്തിരുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു എന്നൊക്കെയുള്ളത്. എന്താണ് ECG, എന്തിനെയാണ് വീണ്ടും വീണ്ടും ECG എടുക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ അധ്യായത്തിലൂടെ നോക്കാം. ഒന്നുകൂടി ഡോക്ടർ PP ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും അറിയാം, നമ്മുടെ ഹൃദയം ഓരോ തവണ ഇടിക്കുമ്പോഴും രക്തം പമ്പ് ചെയ്യുകയാണ്. ഓരോ അവയവങ്ങളിലേക്കും ഹൃദയമിടിപ്പിലൂടെ രക്തം പമ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൃദയം എന്നത് ഒരു മസിലാണ്. അപ്പോൾ ഈ മസിൽ ഇടിക്കാൻ അല്ലെങ്കിൽ മസിലിൻ്റെ പ്രവർത്തനം നടക്കാൻ വേണ്ടിയിട്ട് ഹൃദയത്തിലൂടെ തന്നെ ഒരു ചെറിയ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും, ഒരു ചെറിയ വൈദ്യുതി പ്രവാഹം ഹൃദയത്തിലൂടെ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വൈദ്യുതി പ്രവാഹം ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത് ഉത്ഭവിച്ച് ഒരു ചെറിയ വയറിംഗ് സിസ്റ്റത്തിലൂടെ അത് മുന്നോട്ട് പോയി ഹൃദയത്തിൻ്റെ മസിലിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഈ വൈദ്യുതി പ്രവാഹം എത്തുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫലമായിട്ട് മസിലുകൾ പ്രവർത്തിക്കുകയും ഹൃദയം രക്തം പമ്പ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ്, അതായത് ഈ ചെറിയൊരു വൈദ്യുതി പ്രവാഹം എന്ന് പറയാം. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള പോലെ ഒരു വൈദ്യുതി ഒരു ഭാഗത്തുനിന്ന് വയറിലൂടെ മറ്റൊരു ഭാഗത്തേക്ക് എത്തി വേണ്ടുന്ന നമ്മുടെ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്ന പോലെ തന്നെയാണ്, ഏകദേശം ആ രൂപത്തിൽ തന്നെ പറയാം. അപ്പോൾ ഹൃദയത്തിലുള്ള ഈ ഒരു വൈദ്യുതി പ്രവാഹത്തെ നമ്മൾ ഒരു പേപ്പറിൽ റെക്കോർഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ECG എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൃദയത്തിലൂടെയുള്ള ഈ ചെറിയ വൈദ്യുതി പ്രവാഹത്തിനെ നമ്മൾ ECG എന്ന പേപ്പറിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ECG അല്ലെങ്കിൽ ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ പല ആൾക്കാരും ECG എടുത്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ കൈകളിലും നെഞ്ചിലുമൊക്കെ പല ഇലക്ട്രോഡ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ അത് നമ്മുടെ കൈകളിലും നെഞ്ചിലൊക്കെ ഘടിപ്പിച്ചിട്ടാണ് നമ്മൾ ECG എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ 12 ലീഡ് ECG എന്ന് പറയും. ECG എടുക്കുമ്പോൾ നമുക്ക് ഹൃദയത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ പറ്റും. ഹൃദയത്തിൻ്റെ ഇടിപ്പ് എത്രയാണ്, ഹൃദയം ഇടിക്കുന്ന ഒരു പ്രത്യേക താളമുണ്ട്, ഒരു പ്രത്യേക രീതിയുണ്ട്. ആ താളത്തിൽ തന്നെയാണോ ഹൃദയം ഇടിക്കുന്നത്, ഹൃദയത്തിൻ്റെ ഇടിപ്പിൻ്റെ ഉത്ഭവം ഉണ്ടാവുന്നത് സാധാരണ ഉണ്ടാവുന്ന ഭാഗത്ത് തന്നെയാണോ ഉണ്ടാവുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ECG പേപ്പർ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് നീർവരകളും ഒരു കയറ്റവും ഇറുക്കവും ഒരു ബമ്പും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഹൃദയത്തിൻ്റെ ഓരോ പേശികളുടെ ഓരോ മസിലുകളുടെയും ഓരോ അറകളിലേക്കുമുള്ള വൈദ്യുതി പ്രവാഹവും വൈദ്യുതി നിലയ്ക്കുന്നതും ഒക്കെയാണിത് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഹൃദയത്തിൻ്റെ എന്തെങ്കിലും പ്രവർത്തന തകരാറുകൾ ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും സാധാരണമായിട്ട് ആൾക്കാർ ECG എടുക്കുന്നത് ഒന്നുകിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ, നെഞ്ചിനുള്ള വേദനകളോ അസ്വസ്ഥതകളോ വരുമ്പോഴാണ്, അല്ല എങ്കിൽ ഒരു ഓപ്പറേഷന് മുന്നോടിയായിട്ടുള്ള ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടോ അല്ല ഒരു ഫുൾ ബോഡി ചെക്കപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും ECG എടുക്കുന്നത്. അപ്പോൾ ഒരു ECG എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിയുടെ അവസ്ഥ കൂടി അറിഞ്ഞിട്ടാണ് നമ്മൾ ആ ECGയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ECG നമ്മൾ ഇപ്പോൾ ഒരു നമ്മൾ ഈ ഇലക്ട്രോഡ്സൊക്കെ ഘടിപ്പിച്ചിട്ട് ECG റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ആ ഒരു മിനിറ്റിലുള്ള ECG മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം എന്താണ് ആ ECGയിൽ സംഭവിക്കുക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരു വ്യക്തി നെഞ്ചുവേദനയായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ ഡോക്ടർ ECG എടുക്കാൻ പറയുന്നു. ECGയിൽ ചിലപ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും കണ്ടെന്ന് വരില്ല. പക്ഷേ ആ രോഗി ഉദാഹരണത്തിന് പ്രമേഹ രോഗിയായിരിക്കാം, അല്ലെങ്കിൽ രക്താതിസമ്മർദ്ദം ഉണ്ടാകാം, അതുപോലെ ആ പറയുന്ന നെഞ്ചുവേദനയുടെ രീതികളൊക്കെ ഒരു ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നമാവാൻ സാധ്യതയുണ്ടെന്ന് ഡോക്ടർക്ക് തോന്നുന്നു. അപ്പോഴാണ് ഡോക്ടർ എന്താ ചെയ്യുക, ആ രോഗിയെ ഒബ്സർവേഷനിലൂടെ കിടത്തുകയും വീണ്ടും വീണ്ടും ECG റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നു. കാരണം പലപ്പോഴും നെഞ്ചുവേദന അല്ലെങ്കിൽ നെഞ്ചിന് അസ്വസ്ഥത വന്ന ഉടനെ ECG ചിലപ്പം നോർമലായിട്ടോ അല്ലെങ്കിൽ വളരെ ചെറിയ വ്യതിയാനം മാത്രമേ കാണുള്ളൂ. വീണ്ടും വീണ്ടും ECG റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ആ വ്യതിയാനങ്ങൾ കൂടുന്നതായിട്ടോ അല്ലെങ്കിൽ പുതിയ വ്യതിയാനങ്ങൾ വരുന്നതായിട്ടോ കാണുന്നത്. പിന്നെയുള്ള ഒരു സംശയമാണ് ECG വേരിയേഷൻ എന്നുള്ളത്. എന്താണ് ECG വേരിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പല ആൾക്കാരിലും ഒരുപാട് ആൾക്കാരിലും നമ്മൾ ECG എടുക്കുമ്പോൾ ഒരു ECGക്ക് ഒരു പ്രത്യേക രീതിയുണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സ്ഥലത്താണ് ആ വൈദ്യുതി പ്രവാഹം ഉത്ഭവിക്കുന്നതും ആ വൈദ്യുതി പ്രവാഹം പോകുന്നതിൻ്റെ പ്രത്യേക രീതികളും കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ECGയിൽ നമുക്ക് പ്രത്യേക ആകൃതിയിലാണ് നമുക്ക് ECG കിട്ടുന്നത്. അപ്പോൾ ഈ ആകൃതിയിൽ നിന്ന് വ്യതിചലനത്തെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ വേരിയേഷൻ പല രീതിയിലാകാം. ഇടിപ്പിലുള്ള വേരിയേഷൻ ആകാം, സാധാരണഗതിയിലുള്ള കുറവ് ഇടിപ്പാണെങ്കിൽ അതും ഒരു വേരിയേഷനാണ്.
സാധാരണ രീതിയിൽ ഏറ്റവും സാധാരണമായിട്ട് വേരിയേഷൻ എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളൊരു സംശയത്തിലാണ് ഏറ്റവും സാധാരണമായിട്ട് ആൾക്കാർ വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് സാധാരണഗതിയിൽ ECGക്ക് ഒരു പ്രത്യേക ആകൃതിയിലൊക്കെയാണ് ECG വരിക. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു വ്യതിചലനത്തെയാണ് നമ്മൾ വേരിയേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഈ വേരിയേഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില വേരിയേഷൻ ചില ആൾക്കാർക്കത് നോർമലാകാം, അത് മുമ്പേ ഉള്ളതാകാം. ചില വേരിയേഷൻ വലിയ അസുഖങ്ങളുടെ കൊണ്ടായിരിക്കില്ല വേരിയേഷൻ വരുന്നത്. പക്ഷേ ഒരു വ്യക്തി നെഞ്ചിന് അസ്വസ്ഥതയ്ക്കായിട്ട് വരുന്നു, ആദ്യമായിട്ടാണ് ECG എടുക്കുന്നത്, ECGയിൽ വേരിയേഷൻ ഉണ്ട് എങ്കിൽ നമ്മൾക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്. ആദ്യമായിട്ടുള്ള വേരിയേഷൻ ആണോ അല്ലെങ്കിൽ മുമ്പേ ഉണ്ടായ വേരിയേഷൻ തന്നെയാണോ, അത് നോർമലായിട്ടുള്ള വേരിയേഷൻ തന്നെയാണോ, പലപ്പോഴും പറയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും വീണ്ടും എന്താ ചെയ്യുക, വീണ്ടും ആ ഒരു വ്യക്തിയെ ഒബ്സർവേഷനിലേക്ക് അടുത്തുകയും വീണ്ടും ECG റെക്കോർഡ് ചെയ്യുകയാണ് നമ്മൾ പൊതുവെ ചെയ്യുന്നത്. അപ്പോൾ ഓരോ പുതിയ ECGയിലും പഴയതുപോലെ തന്നെയാണ് വേരിയേഷൻ എങ്കിൽ പലപ്പോഴും നമുക്ക് ഊഹിക്കാൻ പറ്റും ഇത് മുമ്പേ ഉള്ള വേരിയേഷൻസ് ആയിരിക്കാം എന്നുള്ളത്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. ഹാർട്ടിൻ്റെ അറ്റാക്ക് വല്ലതും വന്നിട്ടുണ്ടോ, ട്രോപ്പോണിൻ, CP, KMB എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രക്തപരിശോധനകളും നടത്താറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ ECG വേരിയേഷൻ മുന്നേ ഉള്ളതാണോ എന്നുള്ളതൊക്കെ നിശ്ചയിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അല്ലാത്ത പ്രശ്നങ്ങൾക്കും ചിലപ്പോൾ നമ്മൾ ECG എടുക്കേണ്ടി വരാറുണ്ട്. ഏറ്റവും സാധാരണമായിട്ട് ഈ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ്, അതായത് മുന്നേ തന്നെ വേറെ അസുഖങ്ങളൊന്നും ഇല്ല എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ചില മരുന്നുകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ECG എടുക്കേണ്ടി വരാറുണ്ട്. കാരണം ECGൻ്റെ ഈ പറഞ്ഞ പോലെ ചില ആകൃതികളും അതിൻ്റെ സമയദൈർഘ്യമൊക്കെ നോക്കിയിട്ട് ചില മരുന്നുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. പിന്നെ മറ്റ് ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖം കണ്ടുപിടിച്ചു, ഉദാഹരണത്തിന് ഹൃദയത്തിൻ്റെ മസിലിൻ്റെ തടിപ്പ് അല്ലെങ്കിൽ കാർഡിയോമയോപ്പതി എന്ന് പറയും, ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്ന് പറയും. അങ്ങനെയുള്ള അസുഖങ്ങളുണ്ടെങ്കിൽ അത് പാരമ്പര്യമായിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ മറ്റുള്ള കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളോടും ഒരു ECG എടുത്ത് നോക്കാൻ പറയാറുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളെ എന്തെങ്കിലും അസുഖങ്ങളുണ്ട് എങ്കിൽ അതിനുള്ള തെളിവുകൾ ചിലപ്പം ECGയിൽ ഉണ്ടാകാം, നമ്മളെ അസുഖം നേരത്തെ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിച്ചെന്ന് വരാം. അത് വേണ്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ECG റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ECG എന്ന് പറയുമ്പോൾ ഹൃദയത്തിലുള്ള ആ ഒരു ചെറിയ വൈദ്യുതി പ്രവാഹത്തെ നമ്മൾ അളന്നെടുത്ത് ഒരു ഗ്രാഫ് പേപ്പറിൽ ട്രേസ് ചെയ്യുന്നതിന് നമ്മൾ ECG എന്ന് പറയുന്നത്. അപ്പോൾ ECG ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എപ്പോഴാണോ ECG എടുക്കുന്നത് ആ ഒരു സമയത്തുള്ള ട്രേസിങ് മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് തീർച്ചയായിട്ടും അത് നോക്കി പറയാൻ പറ്റില്ല. അപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പുതുതായിട്ടുള്ളൊരു ECG എടുത്തു തന്നെ വേണം. അതുകൂടാതെ ചില അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ ECGയിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായെന്ന് വരില്ല. അപ്പോഴും നമ്മൾ വീണ്ടും ECGകൾ എടുക്കേണ്ടി വരും. അതിൻ്റെ കൂടെ ചിലപ്പോൾ ചില രക്തപരിശോധനകളൊക്കെ നടത്തേണ്ടി വരും. അപ്പോൾ അടുത്ത തവണ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ അറിയുന്ന ആരെങ്കിലുമോ എന്തെങ്കിലും അസ്വസ്ഥതകളായിട്ട് ഡോക്ടറുടെ അടുത്ത് പോവുകയാണ്, ഡോക്ടർ ഹൃദയ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് പറയുകയാണ്, ഒരു ECG എടുക്കണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ECG എടുക്കുക. കഴിഞ്ഞ ദിവസത്തെയോ കഴിഞ്ഞ ആഴ്ചത്തെയോ കഴിഞ്ഞ മാസത്തെയോ ECG കൊണ്ട് നമുക്ക് ഇപ്പോൾ നടക്കുന്ന സംഭവത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ECGയെക്കുറിച്ച് ചെറിയൊരു ധാരണ നിങ്ങൾക്ക് വന്നു എന്ന് കരുതുന്നു. എന്തെങ്കിലും കൂടുതൽ സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലേക്ക് വരിക. അതിൽ കമൻറ്റ് ബോക്സ് തന്നെ മറുപടി തരികയോ അല്ലെങ്കിൽ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ആ സംശയത്തിൻ്റെ മറുപടിയായിട്ട് വരികയോ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ഫ്രം ഡോക്ടർ PP ടോക്സ്.